ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്ക് സുധാമയുടെ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്താലോ. ക്രിസ്മസിന് കുറേ ദിവസം മുമ്പുള്ളപ്പോൾ തുടങ്ങിയ ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞത് തലേ ദിവസമാണ് ക്രിസ്മസിന്റെ. ആദ്യം തന്നെ ബർത്ത്ഡേ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ താഴത്തോട്ട് ഇറക്കി. കഴിഞ്ഞ കൊല്ലം വെച്ചതാണല്ലോ, അപ്പോൾ ഈ കൊല്ലം എല്ലാം എടുത്ത് എല്ലാ സാധനവും വർക്കിംഗ് കാണാൻ നോക്കുന്നതായിരുന്നു ഫസ്റ്റ് ടാസ്ക്. ആദ്യം തന്നെ ചെയ്തത് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വർക്കിംഗ് കണ്ടീഷൻ ആണെന്ന് ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെ എവിടേക്ക് ഇടണം എന്നുള്ളൊരു ചെറിയ ധാരണയിലെത്തി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇന്ന് ചെയ്യാമെന്നും ബാക്കി കാര്യങ്ങൾ പതുക്കെ പതുക്കെ ചെയ്യാമെന്നായിരുന്നു നമ്മുടെ തീരുമാനം. തുടങ്ങിയപ്പോൾ ഭയങ്കര ഉത്സാഹമായിരുന്നു. ആദ്യം തന്നെ നമ്മൾ സ്റ്റാർ ഇടാൻ എന്നുള്ളൊരു ഓപ്ഷനിൽ എത്തിയിട്ടോ. പിന്നെ വയർ കണക്ഷനൊക്കെ ചെയ്യാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ചു. എനിക്കാണെങ്കിൽ വയറിൻ്റെ ABCD അറിയത്തില്ല. പിന്നെ കുറച്ച് പേരോട് സംശയം ചോദിക്കലും പിന്നെ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ ഈ പരിപാടിയൊക്കെ തുടങ്ങിയത്. നമ്മളെ കൊണ്ടെല്ലാം പറ്റുമോ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ലാഡറിൽ കയറി നമ്മുടെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്മച്ചി ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ. ഇച്ചിരി നേരം പണിയെടുത്തെങ്കിലും നമുക്ക് വേണ്ടത് സ്റ്റാർ ആയിരുന്നില്ലേ. ചെറിയ ചെരിവുണ്ടെങ്കിലും ഇതൊരു സ്റ്റാർ അല്ലേ, ഒരു ചെറിയ ചരിവല്ലേ, നമുക്കത് ശരിയാക്കാനേ. അങ്ങനെ പറഞ്ഞു പോയാൽ ഞങ്ങൾ പിന്നെ എത്തുന്നത് ക്രിസ്മസിന്റെ തലേദിവസം കേട്ടോ. പിന്നെ എല്ലാം സ്പീഡപ്പായിരുന്നു. ബേസ് ബോർഡ് പൊട്ടിയിടുന്നു, സാരി വിരിക്കുന്നു, പ്ലാസ്റ്റിക് പുല്ല് വെക്കുന്നു, കൂട് വെക്കുന്നു, ആൾക്കാരൊക്കെ നിരത്തുന്നു, സ്റ്റാർ ശരിയാക്കുന്നു. അങ്ങനെ ഇടിപിടിന്ന് ചെയ്ത് പുൽക്കൂട് സെറ്റാക്കിയിട്ടുണ്ടല്ല. ക്രിസ്മസ് ട്രീയും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, പള്ളിയിൽ നിന്ന് ഒരു സാധനം വെച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്റ്റാർ തിരുക്കുടുംബത്തിന്റെ ഫോട്ടോ ഉള്ളത്. അതും നമ്മളുടെ ഈ സെന്ററിൽ തന്നെ തൂക്കി. കളറാവട്ടേന്നേ. ബെൽസ് ഇല്ലാത്ത എന്ത് ക്രിസ്മസ്, നിരത്തി അങ്ങോട്ട് 5 എണ്ണം തൂക്കി. അപ്പൊ അത്രയുള്ള ഈ ഡെക്കറേഷൻ.